നമസ്കാരം. എല്ലാവർക്കും ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള PSC SSC നാച്ചുറൽ സയൻസിന്റെ 5ാമത്തെ ക്ലാസ് ആണ്. പാരസിറ്റിക് പ്രോട്ടോസോവൻസ് എന്ന ടോപ്പിക്കിലെ പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മളുടെ സിലബസിലെ പാർട്ട് ബി മോഡ്യൂൾ 1 ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. പ്ലാസ്മോഡിയം വൈവാക്സ്. പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നതിന്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ നമുക്കൊന്ന് നോക്കാം. കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫൈലം എപ്പികോംപ്ലക്സ, ക്ലാസ് സ്പോറോസോവ, ഓർഡർ ഹീമോസ്പോറിഡ. പ്ലാസ്മോഡിയം വൈവാക്സ് ഒരു പ്രോട്ടിസ്റ്റയാണ്, ഒരു പാരസൈറ്റിക് പ്രോട്ടോസോവയാണ്. ഓക്കെ, പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയൽ പാരസൈറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു പോളിമോർഫിക് സ്പോറോസോവയാണ്. പോളിമോർഫിക് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പോളിമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്ന, അതായത് ഇതിന്റെ ജീവിത ചക്രത്തിലെ ഇത് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് വിവിധ രൂപങ്ങളിലാണ് ഇവയെ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് അവയെ പോളിമോർഫിക് എന്ന് പറയുന്നത്. അതായത് അവയുടെ ജീവിതഘട്ടത്തിൽ അവ സ്പോറോസോയിറ്റ്, ക്രിപ്റ്റോസോയിറ്റ്, മെറ്റാക്രിപ്റ്റോസോയിറ്റ്, സിഗ്നറ്റ് റിംഗ് സ്റ്റേജ്, അമീബോയിഡ് ട്രോഫോസോയിറ്റ്, ഷൈസോണ്ട്, മിറോസോയിറ്റ്, ഗാമറ്റോസൈറ്റ്, ഊകൈനറ്റ് തുടങ്ങിയ വിവിധ രൂപങ്ങളിലൂടെയാണ് ഇവയുടെ ജീവിതചക്രത്തിൽ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇവയെ പോളിമോർഫിക് സ്പോറോസോവ എന്ന് പറയുന്നത്. ഇവ ഒരു അനൈറോബിക് പാരസൈറ്റ് ആണ്, അവയവ പരാതമാണ്. ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ മേഖലകളിലാണ് ഇവയെ ധാരാളമായി കണ്ടുവരുന്നത്. ഇവിടെ കോശശരീരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോശശരീരത്തെ പൊതിഞ്ഞ് ഇരട്ട പ്ലാസ്മ സ്തരം കാണപ്പെടുന്നുണ്ട്. സൈറ്റോപ്ലാസത്തിൽ റൈബോന്യൂക്ലിയർ പ്രോട്ടീനുകൾ കാണപ്പെടുന്നുണ്ട്, ഒരു സെൻട്രൽ ന്യൂക്ലിയസും ഉണ്ട്. ഫുഡ് വാക്യൂൾസ് ഇവയുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവ സെക്ഷുവലിയും അസെക്ഷുവലിയും, അതായത് ലൈംഗികമായും അലൈംഗികമായും പ്രത്യുൽപാദനം നടത്തുന്നു. ഇവയുടെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡബിൾ മെംബ്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. ഇരട്ട പ്ലാസ്മ സ്തരമാണ് ഉള്ളത്. സെൻട്രലിൽ ഒരു ന്യൂക്ലിയസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫുഡ് വാക്യൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. ഫുഡ് വാക്യൂൾസിനുള്ളിൽ ഹീമോസോയിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബ്ലഡ് സെൽസിനെ ഇവ ഭക്ഷിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ടോക്സിൻ ആണ് ഹീമോസോയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗോൾഗി ബോഡീസ്, വാക്യൂൾസ് കാണാൻ സാധിക്കും. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്, ഡെൻസ് ബോഡീസ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ തുടങ്ങിയ സ്ട്രക്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇവയുടെ ജീവിതചക്രത്തെ കുറിച്ച് നോക്കാം. പ്ലാസ്മോഡിയം വൈവാക്സ് അതിന്റെ ജീവിതചക്രം 2 ഹോസ്റ്റുകളിലാണ് പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡയജനറ്റിക് പരാതമാണ്. നമുക്കറിയാം അല്ലെ, ഡയജനറ്റിക് പരാതം എന്ന് പറഞ്ഞാല് ജീവിതചക്രം പൂർത്തിയാക്കാനായിട്ട് 2 ഹോസ്റ്റുകളെ ആവശ്യമുള്ള പരാതങ്ങളെയാണ്, പാരസൈറ്റുകളെയാണ് ഡയജനറ്റിക് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഹോസ്റ്റ് മാത്രം ഉള്ളതിന് മോണോജനറ്റിക് പാരസൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് മനുഷ്യരില് അലൈംഗിക പ്രത്യുൽപാദനവും അനോഫിലസ് പെൺകൊതുകുകളിലാണ് ഇതിന്റെ ലൈംഗിക പ്രത്യുൽപാദന ഘട്ടവും നടക്കുന്നത്. 2 ഹോസ്റ്റുകൾ ആവശ്യമുണ്ടെന്ന് പറയുന്നു. ആദ്യത്തെ ഹോസ്റ്റ് മനുഷ്യരാണ്, രണ്ടാമത്തേത് അനോഫിലസ് പെൺകൊതുകുകളാണ്. മനുഷ്യരില് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്, അതിനെ നമ്മൾ ഷൈസോഗനി എന്നാണ് പറയുക. അനോഫിലസ് കൊതുകുകളില് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുക, അതിനെ നമ്മൾ സ്പോറോഗനി എന്നാണ് പറയുക. അപ്പൊ നമുക്ക് പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ലൈഫ് സൈക്കിള് ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാവുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അസെക്ഷൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഷൈസോഗനിയാണ്. അത് മനുഷ്യനിലാണ് നടക്കുക. 4 പ്രധാന ഘട്ടങ്ങളാണ് ഷൈസോഗണിക്കുള്ളത്. ആദ്യത്തേത് ഇൻഫെക്ഷൻ ആണ്, രണ്ടാമത് ലിവർ ഷൈസോഗണി. ലിവർ ഷൈസോഗണിയിൽ തന്നെ 2 ഘട്ടങ്ങളുണ്ട്. 2 പ്രാവശ്യം ലിവറിൽ വെച്ച് ഷൈസോഗണി നടക്കും. അതിൽ ആദ്യത്തേത് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്നും രണ്ടാമത്തേത് എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്നും അറിയപ്പെടുന്നു. നമുക്ക് വിശദമായിട്ട് പഠിക്കാം. 3ാമത്തെ ഘട്ടമാണ് എറിത്രോസൈറ്റിക് ഷൈസോഗണി. 4ാമത്തേത് ഫോർമേഷൻ ഓഫ് ഗാമറ്റോസൈറ്റ്സ് ആണ്. അപ്പൊ മനുഷ്യരില് ഷൈസോഗണിയാണ് നടക്കുക, അത് അസെക്ഷൽ ലൈഫ് സൈക്കിൾ ആണ്. ഇൻഫെക്ഷൻ, ലിവർ ഷൈസോഗണി, എറിത്രോസൈറ്റിക് ഷൈസോഗണി, ഫോർമേഷൻ ഓഫ് ഗാമറ്റോസൈറ്റ്സ്, ഇത്രയാണ് മനുഷ്യരിൽ നടക്കുന്ന അസെക്ഷൽ ലൈഫ് സൈക്കിള് പ്ലാസ്മോഡിയത്തിന്റെ. പ്ലാസ്മോഡിയത്തിന്റെ സെക്ഷൽ ലൈഫ് സൈക്കിള് നമുക്കറിയാം അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോയിലാണ് നടക്കുക. അതിന്റെ വിവിധ ഘട്ടങ്ങളാണ്
ingestion, gametogony, fertilization, ookinete formation, and system and sporogony. അപ്പോൾ ഇതിൽ സെക്ഷൽ ലൈഫ് സൈക്കിളിനെ നമ്മൾ സ്പോറോഗണി എന്നാണ് പറയാറുള്ളത്. അതിൽ ഇത്രയും ഘട്ടങ്ങൾ 6 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി ഓരോ കാര്യങ്ങളെ കുറിച്ച് മനുഷ്യനിലുള്ള സെക്ഷൽ ലൈഫ് സൈക്കിളും മസ്തിഷ്കത്തിലുള്ള സെക്ഷൽ ലൈഫ് സൈക്കിളും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. മനുഷ്യരില് അലൈംഗിക ജീവിതചക്രമാണ്, ഷൈസോഗണിയാണ് നടക്കുക. അതിൽ ആദ്യത്തെ ഘട്ടം ഇൻഫെക്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അനോഫിലസ് പെൺകൊതുക് മനുഷ്യന്റെ രക്തം കുടിക്കുമ്പോൾ അവയുടെ ഉമിനീരിലൂടെ പരാതം സ്പോറോസോയിറ്റുകളുടെ രൂപത്തിൽ മനുഷ്യരിലേക്ക് എത്തുന്നു. അപ്പോ കൊതുകിൽ നിന്ന് മനുഷ്യരിലേക്ക് പ്ലാസ്മോഡിയം എൻ്റർ ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്? സ്പോറോസോയിറ്റുകളുടെ രൂപത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ അനോഫിലസ് പെൺകൊതുക് മനുഷ്യന്റെ രക്തം കുടിക്കുമ്പോൾ അവയുടെ ഉമിനീരിലൂടെയാണ് ഈ സ്പോറോസോയിറ്റുകൾ മനുഷ്യരിലേക്ക് എത്തുന്നത്, മനുഷ്യന്റെ രക്തത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ സ്പോറോസോയിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 11 തൊട്ട് 12 മൈക്രോൺ നീളവും 0.5 തൊട്ട് 1 മൈക്രോൺ വീതിയും ഏകദേശം സിക്കിൾ ആകൃതിയുള്ളവയും ഓവൽ ആകൃതിയുള്ള ന്യൂക്ലിയസോട് കൂടിയവയുമാണ്. ഏതാണ്? സ്പോറോസോയിറ്റുകൾ. ഈ സ്പോറോസോയിറ്റുകൾ രക്തത്തിലൂടെ കരളിലെ കോശങ്ങളിൽ എത്തുകയും അവിടെ വെച്ച് 2 ഷൈസോഗണി ഘട്ടങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യും. സ്പോറോസോയിറ്റുകൾ എവിടെയെത്തുക? കരളിലെത്തുന്നു. അവിടെ വെച്ചിട്ട് 2 ഷൈസോഗണി ഘട്ടങ്ങൾക്ക് വിധേയമാകുന്നു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. 2 ഷൈസോഗണി ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണിയും എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണിയും. ഇനി അത് രണ്ടും നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. കരൾ കോശങ്ങളിലെ ഷൈസോഗണി ആദ്യത്തേത് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി. സ്പോറോസോയിറ്റുകൾ കരൾ കോശങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവ വലിയ വൃത്താകൃതിയുള്ള ഷൈസോണ്ട് കോശങ്ങളായിട്ട് മാറുന്നു. ഈ ഷൈസോണ്ടുകൾക്ക് വിഭജനം നടന്ന് സ്പിൻഡിൽ ആകൃതിയുള്ള ആയിരക്കണക്കിന് മീറോസോയിറ്റുകൾ എന്ന രൂപം ഉണ്ടാകുന്നു. സ്പോറോസോയിറ്റുകൾ വലിയ വൃത്താകൃതിയിലുള്ള ഷൈസോണ്ട് കോശങ്ങളായിട്ട് ആദ്യം മാറും. എന്നിട്ട് ഈ ഷൈസോണ്ട് കോശങ്ങൾക്ക് വിഭജനം നടന്നിട്ട് സ്പിൻഡിൽ ഷേപ്പിലുള്ള മീറോസോയിറ്റുകളായിട്ട് മാറും. ഈ ഷൈസോണ്ട് എന്നിട്ട് പൊട്ടിയിട്ട് ഈ മീറോസോയിറ്റുകൾ രക്തപ്രവാഹത്തിലെത്തും. അങ്ങനെ ഷൈസോണ്ട് പൊട്ടി പുറത്തു വരുന്ന മീറോസോയിറ്റുകളെ നമ്മൾ ക്രിപ്റ്റോസോയിറ്റുകൾ അഥവാ ക്രിപ്റ്റോമീറോസോയിറ്റുകൾ എന്നാണ് പറയുക. അപ്പൊ ഷൈസോണ്ട് പൊട്ടി പുറത്തു വരുന്ന മീറോസോയിറ്റുകളെ പറയുന്ന പേരാണ് എന്ത്? ക്രിപ്റ്റോസോയിറ്റുകൾ അഥവാ ക്രിപ്റ്റോമീറോസോയിറ്റുകൾ. ഓക്കെ, അപ്പൊ ഇവയ്ക്ക് ഹോസ്റ്റിന്റെ പ്രതിരോധ വ്യവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ആ ഹോസ്റ്റില് നല്ലപോലെ നിലനിൽക്കും. അടുത്തതാണ് ലിവറിൽ വെച്ച് തന്നെ നടക്കുന്ന രണ്ടാമത്തെ ഷൈസോഗണി, എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി. എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണിയില് ക്രിപ്റ്റോസോയിറ്റുകൾ, അതായത് നമ്മൾ നേരത്തെ കണ്ടല്ലോ മീറോസോയിറ്റുകൾ ഷൈസോണ്ട് പൊട്ടി പുറത്തു വരുന്നതിനെയാണ് ക്രിപ്റ്റോസോയിറ്റുകൾ എന്ന് പറയുന്നത്. ഈ ക്രിപ്റ്റോസോയിറ്റുകൾ വീണ്ടും പുതിയ കരൾ കോശങ്ങളിൽ പ്രവേശിക്കുകയും ഷൈസോണ്ടുകളായിട്ട് വളരുകയും വീണ്ടും വിഭജിച്ച് പുതിയ ക്രിപ്റ്റോസോയിറ്റുകളായിട്ട് മാറും. അതായത് ക്രിപ്റ്റോസോയിറ്റുകൾ കരൾ കോശങ്ങളിൽ എത്തിയിട്ട് വീണ്ടും ഷൈസോണ്ടായിട്ട് മാറി പിന്നീട് വീണ്ടും ക്രിപ്റ്റോസോയിറ്റുകളായിട്ട് മാറും. അങ്ങനെ ഉണ്ടാകുന്ന സെക്കൻഡ് ജനറേഷൻ മീറോസോയിറ്റുകളെ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ക്രിപ്റ്റോസോയിറ്റുകളെ നമ്മൾ മെറ്റാക്രിപ്റ്റോസോയിറ്റുകൾ അഥവാ ഫെനിറോസോയിറ്റുകൾ എന്നാണ് പറയുക. എന്താണ്? സെക്കൻഡ് ജനറേഷൻ ആയിട്ട്, അതായത് ക്രിപ്റ്റോസോയിറ്റുകൾ കരൾ കോശങ്ങളിൽ എൻ്റർ ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ക്രിപ്റ്റോസോയിറ്റുകളെ, അങ്ങനെ രണ്ടാമതുണ്ടാകുന്ന മീറോസോയിറ്റുകൾ അല്ലെങ്കിൽ ക്രിപ്റ്റോസോയിറ്റുകളെ നമ്മൾ മെറ്റാക്രിപ്റ്റോസോയിറ്റുകൾ അഥവാ ഫെനിറോസോയിറ്റുകൾ എന്നാണ് പറയുന്നത്. ആദ്യത്തെ ക്രിപ്റ്റോസോയിറ്റുകൾ എങ്ങനെയായിരുന്നു? സ്പോറോസോയിറ്റുകൾ എൻ്റർ ചെയ്തിട്ടാണ് ക്രിപ്റ്റോസോയിറ്റ് ഫോം ചെയ്യുന്നത് അല്ലെ. ഇത് രണ്ടാമത് ക്രിപ്റ്റോസോയിറ്റുകൾ തന്നെ കരൾ കോശങ്ങളിൽ എൻ്റർ ചെയ്തിട്ടാണ് വീണ്ടും ക്രിപ്റ്റോസോയിറ്റുകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന സെക്കൻഡ് ജനറേഷൻ മീറോസോയിറ്റുകളെയാണ് ഫെനിറോസോയിറ്റുകൾ അഥവാ മെറ്റാക്രിപ്റ്റോസോയിറ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഈ മെറ്റാക്രിപ്റ്റോസോയിറ്റുകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ രക്തപ്രവാഹത്തിലെത്തുകയും രക്തകോശങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുക, അതാ എക്സോ എറിത്രോസൈറ്റിക് സൈക്കിളുണ്ട്, പ്രീ എറിത്രോസൈറ്റിക് സൈക്കിളുണ്ട്. നമുക്ക് നോക്കാം. പ്രീ എറിത്രോസൈറ്റിക് സൈക്കിളിൽ നോക്കിക്കേ, സ്പൊറോസോയിറ്റുകൾ ലിവർ സെല്ലിൽ എൻ്റർ ചെയ്യുന്നു. അവിടെ നിന്ന് ട്രോഫോസോയിറ്റ് ആയിട്ട് മാറി ഷൈസോണ്ട് ആയിട്ട് മാറിയിട്ട് ക്രിപ്റ്റോസോയിറ്റുകളായിട്ട് ഫോം ചെയ്യുന്നു. ക്രിപ്റ്റോസോയിറ്റുകൾ ഷൈസോണ്ട് പൊട്ടി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇവ ചിലത് RBC അറ്റാക്ക് ചെയ്യും,
എന്നിട്ട് എറിത്രോസൈറ്റിക് സൈക്കിളിലേക്ക് പോകും. ബാക്കിയുള്ള എന്ത് ചെയ്യും? വീണ്ടും പുതിയ ലിവർ സെൽസിനെ, കരൾ കോശങ്ങളെ ആക്രമിക്കും. എന്നിട്ട് വീണ്ടും ട്രോഫോസോയിറ്റും ഷൈസോണ്ടും ആയിട്ട് മാറി ക്രിപ്റ്റോസോയിറ്റുകളായിട്ട് മാറും. അങ്ങനെ ഉണ്ടാകുന്ന ക്രിപ്റ്റോസോയിറ്റുകളെ മെറ്റാക്രിപ്റ്റോസോയിറ്റുകൾ എന്ന് പറയും. അവ മൈക്രോ മെറ്റാക്രിപ്റ്റോസോയിറ്റുകളായിട്ട് മാറും. അവയിൽ ചിലത് RBCയിലെ അറ്റാക്ക് ചെയ്തിട്ട് എറിത്രോസൈറ്റിക് സൈക്കിളിലേക്ക് പോകും. ബാക്കിയുള്ളത് വീണ്ടും അനദർ ലിവർ സെല്ലിലേക്ക് എൻ്റർ ചെയ്ത് വീണ്ടും ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. എക്സോ എറിത്രോസൈറ്റിക് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇതാണ് കരൾ കോശങ്ങളിൽ വെച്ച് നടക്കുന്ന ഷൈസോഗനി. ഇനി നമുക്ക് ഇത് RBCയിൽ എത്തിക്കഴിഞ്ഞാലുള്ള ചേഞ്ചസ് നമുക്ക് നോക്കാം. അതിനെ നമ്മൾ എറിത്രോസൈറ്റിക് ഷൈസോഗനി എന്നാണ് പറയുന്നത്. എറിത്രോസൈറ്റിക് ഷൈസോഗനിയിൽ മെറ്റാക്രിപ്റ്റോസോയിറ്റുകൾ രക്തകോശങ്ങളിൽ വെച്ച് സിഗ്നറ്റ് റിംഗ് ഘട്ടത്തിലൂടെ കടന്ന് ട്രോഫോസോയിറ്റുകളായിട്ട് മാറുന്നു. അതായത് മെറ്റാക്രിപ്റ്റോസോയിറ്റുകൾ രക്തകോശങ്ങളിൽ എത്തിയല്ലോ, നമ്മുടെ RBCനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ RBCയിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാല് ഈ RBCയെ ഇവർ ഭക്ഷിക്കും, ഇവരതിനെ എൻഗൾഫ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാല് ഇവയുടെ ശരീരത്തിലെ ന്യൂക്ലിയസ് ഒരു സൈഡിലേക്ക് നീങ്ങും. എന്നിട്ട് അവരുടെ ആ ബോഡിക്കുള്ളില്, സെല്ലിനുള്ളില് ഒരു വലിയ വാക്യൂൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴേക്ക് ഇവർക്ക് ഒരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ സിഗ്നറ്റ് റിംഗ് ഘട്ടം എത്തുക. ഓക്കെ, അങ്ങനെയാണ് ഇവയ്ക്ക് റിംഗ് ആകൃതി ലഭിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിനെയാണ് സിഗ്നറ്റ് റിംഗ് ഘട്ടം എന്ന് പറയുക. അങ്ങനെ സിഗ്നറ്റ് റിംഗ് ഘട്ടം കഴിഞ്ഞിട്ട് ഇവ മാറുന്നത് ട്രോഫോസോയിറ്റുകൾ എന്ന രൂപത്തിലേക്കാണ്. ഇത് അമീബോയിഡ് ട്രോഫോസോയിറ്റുകളായിട്ട് പിന്നീട് മാറും. എന്നിട്ട് RBCക്കുള്ളിൽ നിറഞ്ഞു നിന്നിട്ട് പുതിയ ഷൈസോണ്ടായിട്ട് മാറും. ഈ പുതിയ ഷൈസോണ്ടുകൾക്ക് വീണ്ടും മൾട്ടിപ്പിൾ ഫിഷൻ നടക്കും. അതായത് ബഹുവിഭജനം നടന്നിട്ട് ഓവൽ ആകൃതിയിലുള്ള ഒരു റോസറ്റ് രൂപം കൈവരും. ഇങ്ങനെ ഈ റോസറ്റ് രൂപത്തിലുള്ളവയെ നമ്മൾ മീറോസോയിറ്റുകൾ എന്നാണ് പറയുക. ഷൈസോണ്ടിനുള്ളില് റോസറ്റ് രൂപത്തിൽ കാണുന്ന സെല്ലുകളെയാണ് മീറോസോയിറ്റുകൾ എന്ന് പറയും. അപ്പോൾ എറിത്രോസൈറ്റിനുള്ളിലും അതായത് RBCക്കുള്ളിലും ഷൈസോഗനി സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മെറ്റാക്രിപ്റ്റോസോയിറ്റുകൾ സിഗ്നറ്റ് റിംഗ് ഘട്ടത്തിലൂടെ കടന്ന് ട്രോഫോസോയിറ്റുകളാകുകയും ട്രോഫോസോയിറ്റുകൾ അമീബോയിഡ് ട്രോഫോസോയിറ്റുകളാകുകയും അത് വീണ്ടും ഷൈസോണ്ടുകൾ ഉള്ളില് മീറോസോയിറ്റുകളായിട്ട് മാറുകയും ചെയ്യും. ഇനി ഈ മീറോസോയിറ്റുകള് RBC പൊട്ടിച്ച് പുറത്തു വരും. എന്നിട്ട് പുതിയ രക്തകോശങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ RBC പൊട്ടുന്നതിന്റെ ഫലമായിട്ട് ഒരു ടോക്സിൻ, ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ ഉൽപ്പാദിക്കപ്പെടുകയും മനുഷ്യനിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമാകുകയും ചെയ്യും. ഇതാണ് ഗാമറ്റോസൈറ്റുകളുടെ രൂപീകരണം. ഇപ്പോൾ നാലാമത്തെ ഘട്ടമാണ് മനുഷ്യരിൽ ഉണ്ടാകുന്ന നാലാമത്തെ ഘട്ടം. പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ജീവിതചക്രത്തിലെ നാലാമത്തെ ഘട്ടം, മനുഷ്യരിൽ നടക്കുന്ന ഘട്ടമാണ് ഗാമറ്റോസൈറ്റുകളുടെ രൂപീകരണം. ഇതില് ചില മീറോസൈറ്റുകൾ, നമ്മൾ പറഞ്ഞു RBCക്കുള്ളില് മീറോസൈറ്റുകൾ പൊട്ടി പുറത്തു വരുമെന്ന് പറഞ്ഞില്ലേ, ആ മീറോസൈറ്റുകള് ചിലത് വീണ്ടും RBCക്കുള്ളിലേക്ക് ഇൻവേഡ് ചെയ്ത് RBCനെ ഇൻഫെക്ട് ചെയ്തുകൊണ്ടിരിക്കും. വേറെ ചിലത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ സംഭവിച്ചിട്ട് മൈക്രോ ഗാമറ്റോസൈറ്റുകളായിട്ടും മെഗാ ഗാമറ്റോസൈറ്റുകളായിട്ടും മാറും. എന്തൊക്കെയായിട്ടാണ്? മൈക്രോ ഗാമറ്റോസൈറ്റുകളായിട്ടും മെഗാ ഗാമറ്റോസൈറ്റുകളായിട്ടും ചില മീറോസൈറ്റുകൾ വികാസം വയ്ക്കും. എന്നിട്ട് ഇത് മനുഷ്യന്റെ രക്തപ്രവാഹത്തിൽ തുടരുകയും ചെയ്യും. അപ്പൊ ഇവ മൈക്രോ ഗാമറ്റോസൈറ്റുകളും മെഗാ ഗാമറ്റോസൈറ്റുകളുമായിട്ടാണ് മനുഷ്യന്റെ രക്തത്തിൽ കാണുക. അങ്ങനെ വരുന്ന രൂപത്തിലാണ് ഇവ കൊതുകിന്റെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുക. ഏതൊക്കെ രൂപത്തിലാണ്? മൈക്രോ ഗാമറ്റോസൈറ്റുകളുടെയും മെഗാ ഗാമറ്റോസൈറ്റുകളുടെയും രൂപത്തിലാണ് മനുഷ്യരിൽ നിന്ന് പ്ലാസ്മോഡിയം വൈവാക്സ് കൊതുകിന്റെ ഉള്ളിലേക്ക് എത്തുക. കൊതുകിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തിയത് ഏത് രൂപത്തിലായിരുന്നു? സ്പോറോസോയിറ്റിന്റെ രൂപത്തിലായിരുന്നു, അല്ലേ? അപ്പോൾ മനുഷ്യരിൽ നിന്ന് കൊതുകിലേക്ക് എത്തുന്നത് മൈക്രോ ഗാമറ്റോസൈറ്റുകളുടെയും മെഗാ ഗാമറ്റോസൈറ്റുകളുടെയും രൂപത്തിലാണ്. അപ്പൊ ഇത്രയാണ് മനുഷ്യനിലെ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ജീവിതചക്രം. ഇനി നമുക്ക് കൊതുകിനുള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ജീവിതചക്രം എങ്ങനെയാ പോകുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് നോക്കുക, എറിത്രോസൈറ്റിക് സൈക്കിളാണ് മനുഷ്യരിൽ തന്നെ നടക്കുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത്. നോക്കുക, മെറ്റാക്രിപ്റ്റോസൈറ്റുകളും ക്രിപ്റ്റോസോയിറ്റുകളും RBCക്കുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു, എന്നിട്ട് ട്രോഫോസോയിറ്റുകളായിട്ട് മാറുന്നു. ഇതാണ് സിഗ്നറ്റ് റിംഗ് സ്റ്റേജ്. കണ്ടോ, ഈ ന്യൂക്ലിയസ് ഒരു സൈഡിലേക്ക് നീങ്ങുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു വാക്യൂള് ഫോം ചെയ്യുന്നത് കൊണ്ട് ഇതിനൊരു റിംഗ് ഷേപ്പ് വരും.
ഇതാണ് സിഗ്നറ്ററിംഗ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് അത് അമീബോയ്ഡ് സ്റ്റേജിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഷൈസോണ്ട് ആയിട്ട് മാറും. അതായത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. ഷൈസോണ്ട് ആയി കഴിഞ്ഞിട്ട് മാറിയിട്ട് ഇപ്പോൾ ഹീമോസോയിൻ ഗ്രാനുൾസ് ഒക്കെ പുറത്തേക്ക് വരും. എറിത്രോസൈറ്റിനുള്ളിൽ നിറയും. എന്നിട്ടത് എറിത്രോസൈറ്റിക് മീറോസോയിറ്റുകളായിട്ട് മാറും. ഈ എറിത്രോസൈറ്റിക് മീറോസോയിറ്റുകൾ ഷൈസോണ്ട് പൊട്ടിച്ച് പുറത്തു വരും. എന്നിട്ട് ചിലത് വീണ്ടും ആർബിസിനെ അറ്റാക്ക് ചെയ്യും. വേറെ ചിലത് മാക്രോ ഗാമറ്റോസൈറ്റുകളായിട്ടും മൈക്രോ ഗാമറ്റോസൈറ്റുകളായിട്ടും മാറും. എന്നിട്ട് ബ്ലഡ് സെൽസിൽ ഇത് യാതൊരു ചേഞ്ചസ് സംഭവിക്കാതെ ഇങ്ങനെ തന്നെ തുടരും. അത് വെക്ടർ വഴി ഇൻജസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഫൈനലി അത് ഡൈ ആവുകയോ ചെയ്യും. ഓക്കെ. ഇനി അനോഫിലസ് പെൺകൊതുകുകളിൽ നടക്കുന്ന പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ജീവിതചക്രത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് അതിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ നമ്മൾ സ്പോറോഗനി എന്നാണ് പറയുക. സ്പോറോഗനിയുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻജക്ഷൻ ആണ്. ഇൻജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് അനോഫിലസ് പെൺകൊതുകുകൾ മനുഷ്യരെ കടിക്കുന്നത് വഴി ഗാമറ്റോസൈറ്റുകൾ, അതായത് മൈക്രോ ഗാമറ്റോസൈറ്റും മെഗാ ഗാമറ്റോസൈറ്റുകളും കൊതുകിന്റെ ശരീരത്തിൽ എത്തുകയും ഇവ ലൈംഗിക പ്രത്യുൽപാദന ചക്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇതിനെയാണ് ഇൻജക്ഷൻ എന്ന് പറയുക. അതായത് മനുഷ്യരിൽ നിന്ന് കൊതുകിനുള്ളിലേക്ക് എത്തുന്നതിനെയാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഗാമറ്റോഗനി. അതായത് ഗാമറ്റോസൈറ്റുകളിൽ നിന്ന് ഗാമേറ്റുകൾ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗാമറ്റോഗനി എന്ന് പറയുന്നത്. കൊതുകിന്റെ ആമാശയത്തിൽ വെച്ച് മൈക്രോ ഗാമറ്റോസൈറ്റുകൾക്ക് എക്സ്ഫ്ലജലേഷൻ സംഭവിക്കും. അതായത് ഒരു മൈക്രോ ഗാമറ്റോസൈറ്റിൽ നിന്നും ഏകദേശം 6 മുതൽ 8 വരെ ഹാപ്ലോയിഡ് പുത്രികാമർമ്മങ്ങൾ, അതായത് ഡോട്ടർ ന്യൂക്ലിയസുകൾ ഉണ്ടാവുകയും അവ കോശത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഫലമായിട്ട് സൈറ്റോപ്ലാസത്തിന് പുറത്തേക്ക് തള്ളുകയും തൽഫലമായി ഓരോ പുത്രികാമർമ്മത്തിനും ഫ്ലജല്ലം പോലെയുള്ള ഘടന ഉണ്ടാവുകയും അവ മൈക്രോ ഗാമേറ്റുകളായി മാറുകയും ചെയ്യുന്നു. അതായത് മൈക്രോ ഗാമറ്റോസൈറ്റിൽ നിന്ന് ഗാമറ്റോസൈറ്റിൽ നിന്ന് ഏകദേശം 6 to 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ ഉണ്ടാവും, ഡോട്ടർ ന്യൂക്ലിയസുകൾ ഉണ്ടാവും. എന്നിട്ട് ഈ ന്യൂക്ലിയസുകൾ ഈ സെല്ലിന്റെ പുറത്തേക്ക് തള്ളുന്നതിന്റെ ഫലമായിട്ട് ഈ സൈറ്റോപ്ലാസം ഈ ന്യൂക്ലിയസിന് ചുറ്റിനും ഒരു ഫ്ലജല്ലം പോലെ ആകുകയും ആ ഓരോ ഡോട്ടർ ന്യൂക്ലിയസിനും ഫ്ലജല്ലം പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണിത് മൈക്രോ ഗാമേറ്റുകളായിട്ട് മാറുക. ഗാമറ്റോസൈറ്റുകളിൽ നിന്ന് ഗാമേറ്റ് ഫോം ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് ഗാമറ്റോഗനി എന്ന് പറയുക. അപ്പൊ ഇപ്പൊ നമ്മൾ മൈക്രോ ഗാമറ്റോസൈറ്റുകൾക്ക് വന്ന ചേഞ്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവയ്ക്ക് എന്താണ് സംഭവിക്കുക? എക്സ്ഫ്ലജലേഷൻ ആണ് സംഭവിക്കുക. ഇനി മാക്രോ ഗാമറ്റോസൈറ്റുകൾക്ക് എന്ത് സംഭവിക്കും? മാക്രോ ഗാമറ്റോസൈറ്റുകൾ വളർന്നു വലുതാവുകയും മാക്രോ ഗാമേറ്റുകളായിട്ട് മാറുകയും ചെയ്യും. മൈക്രോ ഗാമറ്റോസൈറ്റുകൾ മൈക്രോ ഗാമേറ്റ് ആയിട്ട് മാറും. മാക്രോ ഗാമറ്റോസൈറ്റുകൾ വളർന്ന് ഡിഫറൻസിയേഷൻ നടന്ന് എന്തായിട്ട് മാറും? മാക്രോ ഗാമേറ്റുകളായിട്ട് മാറും. ഇതിനെയാണ് ഗാമറ്റോഗനി എന്ന് പറയുന്നത്. അടുത്തതാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം. മൈക്രോ ഗാമേറ്റുകൾ മാക്രോ ഗാമേറ്റുകളുമായി സംയോജിച്ച് ഒരു സൈഗോട്ട് രൂപപ്പെടുന്നു. ഈ സംയോജനത്തെ സിൻഗമി അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഉണ്ടായ മൈക്രോ ഗാമേറ്റുകളും മാക്രോ ഗാമേറ്റുകളും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ സിൻഗമി എന്ന് പറയുന്നത്. സിൻഗമി അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഘട്ടമാണ് ഊക്കൈനറ്റിന്റെ രൂപീകരണം. ഊക്കൈനറ്റയുടെ രൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൈഗോട്ട്, അതായത് ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടായ സൈഗോട്ട് ഗോളാകൃതിയിലുള്ളതാണ്. ഈ സൈഗോട്ട് ഏകദേശം 24 മണിക്കൂറിന് ശേഷം നീണ്ടു വളർന്ന് ചലനശേഷിയുള്ള വിരകൾ പോലെയുള്ള, അതായത് സ്പിൻഡിൽ രൂപത്തിലോട്ട് മാറുന്നു. ഇവയെയാണ് നമ്മൾ ഊക്കൈനറ്റ് അഥവാ വെർമിക്യൂൾ എന്ന് പറയുന്നത്. അതായത് സൈഗോട്ട് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ളതാണ്. ആ സൈഗോട്ട് സ്പിൻഡിൽ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നതിനെയാണ് ഊക്കൈനറ്റ് എന്ന് പറയുന്നത് അഥവാ വെർമിക്യൂൾ എന്ന് പറയും. ഇനി അടുത്ത ഘട്ടമാണ് എൻസിസ്റ്റ്മെന്റ്. യൂക്കൈനറ്റുകള് കൊതുകിന്റെ ആമാശഭിത്തിയിൽ പറ്റിപ്പിടിച്ചിട്ട് അതിലൂടെ തുളച്ചു കയറി എപ്പിത്തീലിയത്തിന് താഴെ എത്തുകയും അവിടെ വെച്ച് ഒരു ഇലാസ്തിക സ്തരത്താൽ പൊതിയപ്പെട്ട് സിസ്റ്റുകളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ഈ അവസ്ഥയെ
ഊസിസ്റ്റ് എന്ന് പറയും. അതായത് ഊക്കൈനറ്റുകൾക്ക് ചുറ്റിനും ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ വന്ന് കവർ ചെയ്യും. എവിടെ വെച്ചാ? യൂക്കൈനറ്റുകൾ കൊതുകിന്റെ ആമാശയഭിത്തിയിലേക്ക് പറ്റിപ്പിടിച്ചിട്ട് അതിലൂടെ തുളച്ചു കയറി എപ്പിത്തീലിയത്തിന്റെ താഴെ എത്തും. അവിടെ വെച്ച് ഇവർക്ക് ചുറ്റിനും ഒരു എന്തുണ്ടാകും? ഇലാസ്റ്റിക് മെംബ്രെയിൻ കവർ ചെയ്യപ്പെടും. അങ്ങനെ ഇലാസ്റ്റിക് മെംബ്രെയിനാൽ കവർ ചെയ്യപ്പെട്ടിട്ടാണ് ഇവര് സിസ്റ്റുകളായിട്ട് മാറുന്നത്. ഈ സിസ്റ്റുകളായിട്ട് മാറുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുക? ഊസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഊസിസ്റ്റുകൾ പിന്നീട് സ്പോറോണ്ടുകളായിട്ട് മാറുന്നത്. ആറാമത്തെ ഘട്ടമാണ് സ്പോറോഗനി. ഊസിസ്റ്റുകൾക്ക് മിയോസിസും മൈറ്റോസിസും നടന്നിട്ട് ഹാപ്ലോയിഡ് സെല്ലുകൾ അതിൽ നിന്ന് ഉണ്ടാകും. ഈ സെല്ലുകളെ, അതായത് ഊസിസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഹാപ്ലോയിഡ് സെല്ലുകളെയാണ് നമ്മൾ സ്പോറോസോയിറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഒരു ഊസിസ്റ്റിൽ നിന്ന് ഏകദേശം ആയിരക്കണക്കിന് സ്പോറോസോയിറ്റുകളാണ് രൂപപ്പെടുക. ഈ പ്രക്രിയയാണ് സ്പോറോഗനി എന്ന് പറയുന്നത്. അതായത് ഊസിസ്റ്റുകളിൽ നിന്ന് സ്പോറോസോയിറ്റുകൾ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക? സ്പോറോഗനി എന്ന് പറയുക. അതായത് സ്പോറോസോയിറ്റുകളുടെ ഫോർമേഷനാണ് സ്പോറോഗനി. ഓക്കെ, അപ്പൊ ഇത്രയും കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പോൾ മനുഷ്യരിലെ 4 സ്റ്റേജസ് ആണ്, കൊതുകില് 6 സ്റ്റേജസും ആണ് ഉണ്ടാവുന്നത്. മനുഷ്യരിൽ നടക്കുന്നത് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ആണ്, കൊതുകിൽ നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ആണ്. മനുഷ്യരിൽ നടക്കുന്നത് ഷൈസോഗനിയാണ്, കൊതുകിൽ നടക്കുന്നത് സ്പോറോഗനിയാണ്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നോക്കുക, ഈ സ്പോറോസോയിറ്റുകൾക്ക് എന്താ സംഭവിക്കുക? ഇവ ഹീമോലിംഫിലേക്ക് തുറന്നു വിടപ്പെടും കൊതുകിന്റെ. അതുവഴി കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥികളിലേക്കും അവിടെ നിന്ന് ഹൈപ്പോഫാരിങ്സിലേക്കും എത്തുന്നു. അതായത് ഈ സ്പോറോസോയിറ്റുകൾ ഗട്ടിലാണല്ലോ ഉള്ളത്. ആ ഗട്ടിൽ നിന്ന് ഇവ ഹീമോലിംഫിലേക്ക് തുറന്നു വിടപ്പെട്ടിട്ട് അവ സലൈവറി ഗ്ലാൻഡിലേക്ക് എത്തും. അവിടെ നിന്ന് ഹൈപ്പോഫാരിങ്സിലേക്ക്, ടങ്ക് പോലുള്ള സ്ട്രക്ചറില്ലേ, അതിലേക്ക് എത്തും. അങ്ങനെ കൊതുക് മനുഷ്യനെ കടിക്കുമ്പോൾ കൊതുകിന്റെ ഉമിനീരിലൂടെ മനുഷ്യന്റെ രക്തപ്രവാഹത്തിലെത്തും. മനുഷ്യരിലേക്ക് എത്തുന്നത് സ്പോറോസോയിറ്റുകൾ എന്ന രൂപത്തിലേക്കാണ്. മനുഷ്യരിൽ നിന്ന് കൊതുകിലേക്ക് എത്തുന്നത് ഏത് രൂപത്തിലാണെന്നാ പറഞ്ഞേ? ഏത് രൂപത്തിലായിരുന്നു? ഗാമറ്റോസൈറ്റുകളുടെ രൂപത്തിൽ അല്ലെ? മൈക്രോ ഗാമറ്റോസൈറ്റുകളുടെയും മെഗാ ഗാമറ്റോസൈറ്റുകളുടെയും രൂപത്തിലായിരുന്നു എവിടേക്ക് എത്തുന്നത്? മനുഷ്യരിൽ നിന്ന് കൊതുകിലേക്ക് പ്ലാസ്മോഡിയം എത്തുന്നത്. അപ്പൊ നോക്കുക, സെക്ഷൽ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ഗാമറ്റോജെനിസിസ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ആണ്. മാക്രോ ഗാമറ്റോസൈറ്റിന് ഒരു റിസപ്റ്റീവ് കോണൊക്കെ ഫോം ചെയ്യും. മൈക്രോ ഗാമറ്റോസൈറ്റ് എക്സ്ഫ്ലജറേഷൻ കണ്ടോ, ന്യൂക്ലിയസ് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഇതിന്റെ സെല്ലിന്റെ സർഫസിലേക്ക് നീങ്ങും. അതിന്റെ ഫലമായിട്ട് സൈറ്റോപ്ലാസം കുറച്ച് പ്രൊജക്ട് ചെയ്യുകയും അവിടെ നിന്ന് ഫ്ലജല്ല പോലുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുകയും ചെയ്യും. ഈ ഫ്ലജല്ല പോലുള്ള സ്ട്രക്ചേഴ്സ് പിന്നീട് അവിടെ നിന്ന് പോന്നിട്ടാണ് എന്തായിട്ട് മാറുക? മൈക്രോ ഗാമറ്റുകളായിട്ട് മാറുക. അങ്ങനെ മൈക്രോ ഗാമറ്റും മാക്രോ ഗാമറ്റും കൂടി രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന് എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ടിൽ നിന്ന് സൈഗോട്ട് പിന്നീട് ഒരു നീണ്ടു വളർന്ന് സ്പിൻഡിൽ ഷേപ്പിലുള്ള സ്ട്രക്ചറായിട്ട്, വിരകൾ പോലുള്ള സ്ട്രക്ചറായിട്ട് മാറും. അതിനെയാണ് ഊക്കൈനറ്റ് ഫോർമേഷൻ എന്ന് പറയുക അല്ലെ? ഊക്കൈനറ്റ് ആമാശയഭിത്തി തുളച്ചു കയറി എപ്പിത്തീലിയത്തിന്റെ അടുത്തെത്തിയിട്ട് അവിടെ സിസ്റ്റ് ഫോർമേഷൻ നടക്കും. അതാണ് ഊസിസ്റ്റ് ഫോർമേഷൻ. ആ ഊസിസ്റ്റിന് മെച്ചുറേഷൻ നടന്നിട്ട് ഇത് സൈസിൽ ഗ്രോ ചെയ്ത് പിന്നെ സൈറ്റോപ്ലാസ്മിക് മാസസ് ആയിട്ട്, അതായത് മിയോസിസും മൈറ്റോസിസും ഒക്കെ സംഭവിച്ച് സ്പോറോസോയിറ്റുകൾ ഫോം ചെയ്യും. ഈ സ്പോറോസോയിറ്റുകൾ ഹീമോലിംഫിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയും കൊതുകിന്റെ സലൈവറി ഗ്ലാൻഡിലേക്കും ഹൈപ്പോഫാരിങ്സിലേക്കും എത്തുകയും ചെയ്യും. അവിടെ നിന്ന് ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ഒരു മനുഷ്യനെ കടിക്കുമ്പോൾ ഈ സലൈവ സ്പോറോസോയിറ്റുകളുമായിട്ട് മനുഷ്യരിലേക്ക് എത്തുകയും അവിടെ നിന്ന് മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തി വീണ്ടും അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ഒരു ലൈഫ് സൈക്കിള് ടോട്ടലായിട്ട് ഒന്നുകൂടി നോക്കാം. ഇവിടെ നോക്കിക്കേ, ഒരു മൊസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് സ്പോറോസോയിറ്റുകൾ എവിടെ എത്തും? മനുഷ്യരിലേക്ക് എത്തും. ഈ സ്പോറോസോയിറ്റുകൾ ട്രോഫോസോയിറ്റുകളായിട്ട് മാറും. എന്നിട്ട് അത് ഷൈസോണ്ടായിട്ട് മാറും. ഷൈസോണ്ട് പൊട്ടിയിട്ട് ചില ക്രിപ്റ്റോമീറോസൈറ്റുകൾ അല്ലെ, മീറോസൈറ്റുകൾ എന്തായിട്ട് മാറും എന്നാ പറഞ്ഞ? ക്രിപ്റ്റോസൈറ്റുകൾ എന്തായിട്ട് മാറും? വീണ്ടും കരൾ കോശങ്ങളിലേക്ക് എൻ്റർ ചെയ്തിട്ട് മെറ്റാ ക്രിപ്റ്റോ സൈറ്റുകളായിട്ട് മാറുന്നുണ്ട്. അത് ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലത് എന്ത് ചെയ്യും? എർത്രോസൈറ്റിലേക്ക് എൻ്റർ ചെയ്യും. എർത്രോസൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും വീണ്ടും അത് ട്രോഫോസോയിറ്റ് ആകും, പിന്നെ ഷൈസോണ്ട് ആകും,
പിന്നെയും ന്യൂറോസൈറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് വീണ്ടും രക്തകോശങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. ചിലത് എന്തായിട്ട് മാറും? മാക്രോഗാമറ്റോസൈറ്റും മൈക്രോഗാമറ്റോസൈറ്റുമായിട്ട് മാറി മനുഷ്യന്റെ രക്തത്തിൽ തുടരുകയും ചെയ്യും. അവിടെ നിന്ന് കൊതുക് ബൈറ്റ് ചെയ്യുമ്പോഴേക്കും എറിത്രോസൈറ്റിക് വോൾസ് റപ്ചർ ചെയ്തിട്ട് അത് ഗാമറ്റോഗണിയിലേക്ക് എത്തും അല്ലെ. ഗാമറ്റോസൈറ്റും മൈക്രോഗാമറ്റോസൈറ്റും എന്തായിട്ട് മാറും? ഗാമേറ്റുകളായിട്ട് മാറും. മാക്രോഗാമേറ്റും മൈക്രോഗാമേറ്റുമായിട്ട് മാറും. എന്നിട്ട് മിഡ്ഗട്ടിൽ വെച്ചിട്ട് തമ്മിൽ ഫ്യൂഷൻ നടന്ന് സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് എന്തായിട്ട് മാറും? ഒരു വെർമിക്യൂൾ അഥവാ ഊക്കനെറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് എത്തും. അവിടെ നിന്ന് അത് മിഡ്ഗട്ട് വോള് തുളച്ച് അവിടെ വെച്ചിട്ട് സിസ്റ്റ് ഫോർമേഷൻ നടന്നിട്ട് ഊസിസ്റ്റിന്റെ ഫോർമേഷൻ നടക്കും. ഊസിസ്റ്റിൽ നിന്ന് സ്പോറോസോയിറ്റുകൾ ഉണ്ടായിട്ട് അത് ഹീമോലിംഫ് വഴി സലൈവയിലെത്തും. ഇതാണ് പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ലൈഫ് സൈക്കിൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ടേംസ് ഉണ്ട്, പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഒരു 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഒരു പോയിന്റ് പോലും വിട്ടിട്ടില്ല. എല്ലാ പോയിന്റും കൃത്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. ഇനിയാണ് നമുക്ക് ഇതിന്റെ രോഗകാരത്വം നോക്കാവുന്നത്, പാത്തജനിസിറ്റി. അപ്പോൾ പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയയ്ക്ക് കാരണമാകുന്നു. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, വിറയൽ, അമിതമായ വിയർപ്പ്, അരുണരക്താണുക്കളുടെ നാശം മൂലമുള്ള വിളർച്ച മുതലായവയാണ് രോഗലക്ഷണങ്ങൾ. പ്രവർത്തനരഹിതമായ കരൾകോശങ്ങൾ അതായത് ഹെപ്നോസൈറ്റുകൾ കാരണം കൊണ്ട് ആവർത്തിച്ചുള്ള കഠിനമായ പനി മലേറിയയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇനി നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാം? നമുക്കറിയാം കൊതുക് പരത്തുന്ന ഒരു അസുഖമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ കൊതുകിനെ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതിരോധ നടപടി. കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കൊതുകിനെയും അവയുടെ ലാർവകളെയും ആവാസ വ്യവസ്ഥയെയും നശിപ്പിക്കുക. കൊതുക് വലകളും റിപ്പല്ലന്റുകളും ഉപയോഗിക്കുക. ക്വിനൈൻ, ക്ലോറോക്വിൻ പോലുള്ള പ്രതിരോധ മരുന്നുകളുടെ ഉപയോഗം വഴിയും നമുക്ക് മലേറിയയെ തടയാവുന്നതാണ്. അപ്പോൾ മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിളും അതിന്റെ പാത്തജനിസിറ്റിയും പ്രൊഫൈലാസിസ് മെഷേഴ്സും നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ പാരസൈറ്റിക് പ്രോട്ടോസോവ എന്നുള്ള ടോപ്പിക്ക് നമുക്കിവിടെ തീരുവാണ്. എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് HSAക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനിയും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.